ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്ലിൻ നായകനായിട്ട് തിയേറ്ററിലെത്തിയ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രം 4 ദിവസങ്ങൾ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. ഇതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ചിത്രത്തിൻ്റെ കേരള കളക്ഷനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യ ദിവസം സിനിമ കേരളത്തിൽ നിന്ന് നേടിയത് 2,62,00,000 രൂപ. മൂന്നാമത്തെ ദിവസം സിനിമ നേടിയിരിക്കുന്നത് 2,53,00,000. നാലാമത്തെ ദിവസം 3,15,00,000. ഇങ്ങനെ 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് 8,50,00,000 രൂപ. 4-ാം ദിവസം ഇന്ന് ഞായർ സൂപ്പർ ഞായറായി തീർത്തിരിക്കുകയാണല്ലോ മൂവി. ഇന്ന് മാത്രം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3.25 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ 4 ദിവസങ്ങൾ കൊണ്ട് മാത്രം ചിത്രത്തിന്റെ കേരള കളക്ഷൻ 11.25 കോടി 12 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടാൻ പോകുന്നു. അങ്ങനെ ആദ്യ വീക്കെൻഡ് പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12 CR ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. ഇന്ന് 3.5 കോടിയോളം രൂപ നേടിയെങ്കിൽ മാത്രമേ സിനിമയ്ക്ക് 12 CRൽ ടച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 17 കോടിയോളം രൂപയായിരുന്നു. ഇന്ന് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടിയോളം രൂപ നേടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 24 കോടിയിലേക്കും എത്തപ്പെടും. മികച്ചൊരു ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ തന്നെയാണ് ആലപ്പുഴ ജിങ്കാന നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചിത്രം കൂടെ തിയേറ്ററിൽ വിജയമായി മാറുമ്പോൾ നസ്ലിൻ എന്ന് പറയുന്ന നായകൻ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള നായകനായി തീരുകയാണ് ബോക്സ് ഓഫീസിൽ. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ മികച്ചൊരു ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള ആ ഒരു പ്രത്യേകത, അതും പിന്നെ നസ്ലിൻ നായകനാവുന്ന സിനിമ എന്നുള്ളതും ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ എത്തിച്ചു. നല്ല എന്റർടൈനർ സിനിമകൾ കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തുന്നതാണല്ലോ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. മൂവി പ്രസ് മീഡിയ, ഞാൻ ജനുജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.